NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ലോക്സഭാ മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. അനിൽ ആന്റണിയാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനയുടെ ആക്രമണം ജില്ലയുടെ പല മേഖലകളിലും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചു. ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു യുവാവിന് പരിക്കേറ്റു. ചികിത്സയിലാണ് അദ്ദേഹം. ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ നിലപാട് എന്താണ്? ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ യുവാവിനെ രാവിലെ പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി സന്ദർശിച്ചിരുന്നു. ഇത് അദ്ദേഹം അതുപോലെ ചുറ്റുമുള്ള ഒരുപാട് പേർ, അതുപോലെ ഈ മണ്ഡലത്തിൽ വന്ന സമയം തൊട്ട് ഒരുപാട് പേർ പറയുന്നത് ഈ മണ്ഡലത്തിൽ ഇത് വളരെ ഫ്രീക്വൻ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണെന്നാണ്. ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം സസ്റ്റൈനബിൾ അല്ലാത്ത ഡെവലപ്മെൻറ്റ് രീതികൾ, അതുപോലെ തന്നെ ഇന്ന് വന്യമൃഗങ്ങൾക്കൊക്കെ കാട്ടിനകത്ത് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാത്ത അവസ്ഥ, അതൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഏതാനും മാസങ്ങൾ മുമ്പ് 1-2 മാസം മുമ്പ് കേന്ദ്രമന്ത്രി ശ്രീ ഭൂപേന്ദർ യാദവ്ജി ഇവിടെ വന്നിരുന്നു. അപ്പം ഇവിടുത്തെ കർഷകർക്കും ഇതുപോലെ ഈ കാട്ടുപന്നികൾ അതുപോലെ പല മൃഗങ്ങളുടെയും ശല്യം ഒരുപാടുണ്ടെന്ന് അദ്ദേഹത്തിനോട് അവർ പറഞ്ഞു. അന്ന് ഭൂപേന്ദർ യാദവ്ജി പറഞ്ഞത്, അതായത് ഇത് സംസ്ഥാന സർക്കാരിന് ഇതിനെ നേരിടാനുള്ള എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ഈ ആനകളുടെ പ്രശ്നമൊക്കെ അതൊക്കെ തീർച്ചയായിട്ടും കൂടുതൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ, അതായത് കാട്ടിനകത്ത് തന്നെ മൃഗങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും എല്ലാം കിട്ടുന്ന രീതിയിൽ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഓരോ പദ്ധതികൾ പല സംസ്ഥാനങ്ങളിലും നമ്മൾ നടപ്പാക്കുന്നുണ്ട്. അത് കേരളത്തിലും നടപ്പാക്കാൻ തീർച്ചയായിട്ടും നമ്മൾ സംസ്ഥാന സർക്കാരിന് എല്ലാ പിന്തുണയും നൽകും. അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഇന്ന് പത്തനംതിട്ടയുടെ ഒരു ജനപ്രതിനിധിയാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ അത് ഏറ്റവും പ്രൈമറി പ്രയോറിറ്റീസിലൊന്നായിട്ട് ഞാൻ പ്രവർത്തിക്കും. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം സംബന്ധിച്ച് UDFും LDFും പരസ്പരം ജില്ലാ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം തോമസ് ഐസക് കൊടുത്തിരുന്നു. ആന്റണിക്കും ഇന്നലെ ആന്റണിക്കെതിരായിട്ട് LDFും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അങ്ങയുടെ ഒരു നിലപാട് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായി നിയമങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് പാലിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരും, അത് ജനറൽ നമ്മുടെ സജഷൻ അതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ശ്രീ തോമസ് ഐസക്, അദ്ദേഹം വർഗീയത സമൂഹത്തിൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയിലുള്ളൊരു പരാമർശമാണ് നടത്തിയത്. ഇപ്പോൾ ഈ മണ്ഡലത്തിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ അധികം റിലീജിയസ് ഇഷ്യൂസിലേക്ക് അല്ലെങ്കിൽ തന്നെ ഞാൻ അധികം പോകാറില്ല. എങ്കിലും അദ്ദേഹം അന്ന് പൂഞ്ഞാറിലൊരു വിഷയത്തിനെ കുറിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ പൂഞ്ഞാറിൽ അന്ന് നടന്ന എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടപ്പോൾ അത് തെമ്മാടിത്തരമാണെന്ന് കേരള മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. ആക്രമിച്ചവർ തെമ്മാടികളാണെന്ന് കേരള മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സിനാരിയോയിൽ പോലും മണി അടിച്ചവരെ കലാപകാരികളായി ചിത്രീകരിക്കാനും അതുപോലെ ഒരു സമൂഹത്തിലുള്ള തീവ്ര മനോഭാവമുള്ള ചിലവരെ വെള്ളപൂശാനുമാണ് ന്യൂനപക്ഷ വോട്ടുകൾക്ക്, ഒരു പ്രത്യേക തരത്തിലുള്ള വോട്ടുകൾക്ക് വേണ്ടി, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയും ശ്രീ തോമസ് ഐസക് ശ്രമിച്ചത്. അത് തീർച്ചയായിട്ടും അത് നല്ലൊരു പ്രവണതയല്ല. പിന്നെ ഇത് രണ്ട് സ്ഥാനാർത്ഥികളും വർഗീയത കുത്തിവെക്കാൻ വേണ്ടി നിരന്തരം ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് എങ്ങനെ ജാതിയും മതമൊന്നുമില്ല. നമ്മൾ മോദിജിയുടെ അതേ സങ്കല്പം തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും ഉള്ളത്. അതായത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ, കേരളത്തിലെ എല്ലാവരും, പത്തനംതിട്ടയിലെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക, ഒരു വികസിത രാഷ്ട്രമാകുക, വികസിത സംസ്ഥാനമാകുക, വികസിത ജില്ലയാകുക, ഇതിനുവേണ്ടിയാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ചട്ടലംഘനം നടത്താതെ പ്രചരണം നടത്തണമെന്നാണ് എൻ്റെ നിർദ്ദേശം. ഇപ്പോൾ ED ആണെങ്കിൽ തുടർച്ചയായിട്ട് തോമസ് ഐസക്കിന് നോട്ടീസ് അയക്കുന്നുണ്ട്, ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറഞ്ഞുകൊണ്ട്. തോമസ് ഐസക് അതിന് ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല. ഇപ്പം കോടതിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളത്. താങ്കളുടെ അഭിപ്രായത്തിൽ UPA സർക്കാരിൻ്റെ കാലത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയായിരുന്നു? എന്തെങ്കിലും വിമർശനമുണ്ടോ? മുൻ സർക്കാരുകളും ഈ സർക്കാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ഈ സർക്കാർ എല്ലാ ഏജൻസികളെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആയാലും CBI ആയാലും കോടതികളായാലും അവരെല്ലാം നിയമം അനുസരിച്ച് നിയമത്തിൻ്റെ വഴിയെ പോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഈ സർക്കാർ കൊടുത്തിട്ടുണ്ട്. മുൻകാലങ്ങളിലെല്ലാം ഇത് ഒരുപാട് ഗവൺമെൻറ് ഇൻ്റർഫിയറൻസും അതുപോലെ ഇത് കുറ്റവാളികളും അതുപോലെ കറപ്റ്റായിട്ടുള്ളവർ, അഴിമതിക്കാരെയും എല്ലാം സംരക്ഷിക്കാൻ ഒരുപാട് ചിലപ്പോഴൊക്കെ രാഷ്ട്രീയ ഇൻ്റർഫിയറൻസ് നോർമലായിരുന്നു. പക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത് അതൊന്നും നടക്കില്ല. മോദിജി പ്രധാനമന്ത്രിയായ ആദ്യത്തെ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞത് मैं नहीं गाऊंगा नहीं खाना दूंगा, അതായത് ഞാൻ അഴിമതി നടത്തുന്ന ഒരാളെ ഞാൻ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. അത് തന്നെയാണ് കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഴിമതിക്കാരെവിടെയാണെങ്കിൽ അവർ
ഒരിടത്തും ഓടി ഒളിക്കാൻ ഈ സർക്കാർ സമ്മതിക്കില്ല. അത് ആരായാലും, ഇപ്പം മുഖ്യമന്ത്രിമാരായാലും മുൻ മുഖ്യമന്ത്രിമാരായാലും മുൻ കേന്ദ്രമന്ത്രിമാരായാലും മുൻ മന്ത്രിമാരായാലും ഇന്നത്തെ മുഖ്യമന്ത്രിമാരായാലും ആരായാലും നിങ്ങൾ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ നിയമത്തിന്റെ രീതിയിൽ നിങ്ങൾ നിയമത്തിന്റെ എല്ലാം നിങ്ങൾ നേരിടേണ്ട വരും. അതിൽ ഈ ഗവൺമെന്റ് ഒരു രീതിയിലും ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ സമ്മതിക്കില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുകയാണല്ലോ. ഇന്ന് പത്തനംതിട്ടയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയാണ് അങ്ങ് പ്രചരണം നടത്തുന്നത്. എങ്ങനെയാണ് ഓരോ ദിവസം കഴിയുന്തോറും വോട്ടർമാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഓരോ ദിവസം കഴിയുന്തോറും പ്രതികരണം, അതായത് ജനറൽ ട്രെൻഡ് ഒന്നാണ്. ഞാനിവിടെ എല്ലായിടത്തും പോകുമ്പോൾ എല്ലാവരും പറയുന്നു അവർക്ക് മാറ്റം വേണം. കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരു MP ഇവിടെ ഉണ്ട്. അതിൽ ആദ്യത്തെ 5 വർഷം ഇദ്ദേഹം MP ആയപ്പോൾ കേന്ദ്രത്തിൽ UPA സർക്കാരുണ്ടായിരുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ. കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാരുണ്ടായിരുന്നു. ഈ രണ്ടുപേരുടെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ആ 5 വർഷം ഒരു വികസനവും നടന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള 10 വർഷം ആകപ്പാടെ എല്ലാവരും എന്നോട് പറയുന്നത് ഇവിടെ ആകപ്പാടെ വീറ്റിംഗ് ഷെഡുകളും ഹൈമാസ്റ്റും അല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ലെന്നാണ് പറയുന്നത്. മറ്റേതെല്ലാം കേന്ദ്ര സർക്കാർ കേന്ദ്ര പദ്ധതികൾ ഫ്ലക്സ് അടിച്ച് വെക്കുന്നു. അതായത് ഏറ്റവും കുറവ് ഈ മണ്ഡലത്തിൽ വികസനം നടന്നിട്ടുള്ള മണ്ഡലത്തിലൊന്നും ഇതാണ്. അതായത് ഒരു ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല, ഒരു IT പാർക്കില്ല, ഏതെങ്കിലും ഒരു കേന്ദ്ര PSUവിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല, ഏതെങ്കിലും ഒരു കേന്ദ്ര എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല. അതായത് ഇദ്ദേഹം എന്താണ് 15 വർഷം ചെയ്തതെന്നാണ് ഞാനും ചിന്തിക്കുന്നത്. അങ്ങാണ് സ്ഥാനാർത്ഥികളിലേക്ക് ഏറ്റവും യങ്ങസ്റ്റ് യുവതലമുറയുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് വോട്ടർമാരുടെ? യുവതലമുറയ്ക്കെല്ലാം അവസരങ്ങൾ വേണം, തൊഴിലവസരങ്ങൾ വേണം. അവർ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഒരു പ്രവാസി പോപ്പുലേഷൻ ഉള്ള ജില്ലകളിലൊന്ന് ഇന്ത്യയിൽ തന്നെ പത്തനംതിട്ടയാണ്. അതിലൊരു നല്ല വിഭാഗം അവരുടെ ആസ്പിറേഷൻസ് ഫോളോ ചെയ്യാൻ പോകുന്നവരാണ്. പക്ഷെ ഒരുപാട് പേർ പോകുന്നത് ഇവിടെ ഒരു വ്യവസായമില്ലാത്തതുകൊണ്ടാണ്. പറയപ്പെടുന്ന ഒരു വ്യവസായമില്ല, ചെറുകിട വ്യവസായമില്ല, വലിയ വ്യവസായമില്ല. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് വേണം, തൊഴിലവസരങ്ങൾ വേണം. അപ്പോൾ എല്ലാവരും ഞാൻ കാണുമ്പോൾ ഞാൻ നിരവധി കോളേജുകൾ സന്ദർശിച്ചു. ഇപ്പോൾ വഴിയിലൊക്കെ പോകുമ്പോഴും ഒരുപാട് യുവതിയുവാക്കൾ എന്നോട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. എന്നോട് ഇങ്ങോട്ട് വന്ന്, ഞാൻ വഴിയിൽ നിൽക്കുമ്പം ഒരുപാട് പേർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അവരെല്ലാവരും പറയുന്ന ഒന്നാണ്, ദേവി അത് ഇവിടെ അവസരങ്ങൾ കൊണ്ടുതരൂ, നമുക്ക് തൊഴിലവസരങ്ങൾ വേണം. നമുക്ക് ഇപ്പം മറ്റ് ജില്ലകളിൽ, ഇപ്പം തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ കാണുന്ന പോലെ IT പാർക്കുകൾ വേണം, മറ്റ് ചില ജില്ലകളിൽ കാണുന്ന പോലെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ വേണം. നമുക്ക് ഇവിടെ ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി തരുമെന്ന് എന്നോട് ഇപ്പോൾ തന്നെ 100 കണക്കിന് യുവതിയുവാക്കൾ പറഞ്ഞു കഴിഞ്ഞു, എന്നോട് പേഴ്സണലായിട്ട്. പക്ഷേ ജനറലി അവർ പറയുന്നത്, അവരുടെ ചുറ്റുമുള്ള 100 കണക്കിന് 1000 കണക്കിന് യുവതിയുവാക്കളും ഇത് തന്നെയാണ് പറയുന്നത്. അവർക്ക് അവസരങ്ങൾ തരൂ, അതിന് നമ്മുടെ കൂടെ നിൽക്കാമെന്നാണ് അവർ പറയുന്നത്. NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുകയാണ്. ഇക്കുറി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ NDA ചരിത്രം തിരുത്തി കുറിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് അനിൽ കെ ആന്റണിക്കുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.